ശരിക്കും പറഞ്ഞാൽ 100 ഡിഗ്രി വരെ ആകുമ്പോഴാണ് ഈ തിളയ്ക്കെന്ന് പറയുമ്പോൾ 100 ഡിഗ്രി ആയി. അപ്പം 100 ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റെറിലൈസിങ് അല്ല, ഡിസിൻഫെക്റ്റിംഗ് ഹീറ്റാണ്. ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ നടക്കുന്ന ചൂടാണ് ഈ 100 ഡിഗ്രി. അപ്പോൾ 100 ഡിഗ്രി കുറച്ചു നേരം വെള്ളം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള അണുക്കളെല്ലാം മിക്കവാറും 99.9% അണുക്കൾ ചത്തുപോകുന്നുള്ളതാണ് ഗുണം. നാഷണൽ ഹെൽത്ത് മിഷനിലെ ഡോക്ടർ അമർ ഫെറ്റിലാണ്. പറഞ്ഞു അത് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടാക്കിയിട്ട് തിളപ്പിക്കാതെ ആവശ്യത്തിനുള്ള ചൂട് മാത്രമായതിനു ശേഷം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നു. ഒരു സംശയം ചോദിച്ചു, ഈ 100 പാകത്തിനായ ചൂട് മാത്രമാക്കി അങ്ങനെ അങ്ങ് കുടിക്കാമോ എന്നുള്ളത്. ഓക്കെ പലരും സ്വാഭാവികമായൊരു സംശയമാണ്. പലരും അങ്ങനെ ചെയ്യുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 100 ഡിഗ്രി വരെ ആകുമ്പോഴാണ് ഈ തിളയ്ക്കെന്ന് പറയുമ്പോൾ 100 ഡിഗ്രി ആയി. അപ്പം 100 ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റെറിലൈസിങ് അല്ല, ഡിസിൻഫെക്റ്റിംഗ് ഹീറ്റാണ്. ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ നടക്കുന്ന ചൂടാണ് ഈ 100 ഡിഗ്രി. അപ്പോൾ 100 ഡിഗ്രി കുറച്ചു നേരം വെള്ളം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള അണുക്കളെല്ലാം മിക്കവാറും 99.9% അണുക്കൾ ചത്തുപോകുന്നുള്ളതാണ് ഗുണം. നമ്മൾ എത്രത്തോളം കുറച്ച് ചൂടാക്കുന്നു, ഇപ്പം 100 വരെ 80യോ 90യോ അല്ലെങ്കിൽ താഴോട്ട് 70 ഒക്കെ ആകുമ്പോൾ ദർ ഇസ് എ ചാൻസ് ചില അണുക്കൾ ചത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് അത് ചെറിയ ക്വാണ്ടിറ്റി വെട്ടി തിളയ്ക്കാൻ സമ്മതിച്ചിട്ട് പിന്നെ അത് കൂൾ ഡൗൺ ചെയ്യുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഓർക്കണം, മിക്സ് ചെയ്യരുത്. ഓർഡിനറി വെള്ളവും ഈ തിളപ്പിച്ച വെള്ളവും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കളയരുത്. അത് മനസ്സിലായി.